hello everyone. Welcome to our channel Spicy and Pastry. ഇന്ന് നമുക്ക് ബ്രെഡ് കൊണ്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് സ്റ്റൗ ഒന്നും ഓണാക്കേണ്ട ആവശ്യമില്ല. അപ്പം എന്താ ചെയ്തതെന്ന് നോക്കാം. ഇവിടെ ഇപ്പം ഞാൻ നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുക്കി കട്ടർ വെച്ചിട്ടാണ് ബ്രെഡ് സ്ലൈസസ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേസ്റ്റ് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ബാക്കി വന്ന ബ്രെഡൊക്കെ നമുക്ക് ബ്രെഡ് ക്രംസ് ആക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ രണ്ട് ഡിഫറെൻറ്റ് ഷേപ്സിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്രഷ് ക്രീമാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീം എടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും 1 ടേബിൾ സ്പൂൺ പൗഡേർഡ് ഷുഗറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്സാക്കി വന്നപ്പോഴത്തേക്കും അതിൻ്റെ കൺസിസ്റ്റൻസി പോരാൻ തോന്നിച്ചു. അപ്പോൾ അതുകൊണ്ട് കൂടുതലും മിൽക്ക് പൗഡർ വീണ്ടും ചേർക്കുകയാണ്. ഒരു 6 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ പിന്നെ ആവശ്യം വന്നു. ഓരോ ഫ്രഷ് ക്രീമിൻ്റെ തിക്നെസ് അനുസരിച്ച് നിങ്ങൾ നോക്കിയൊക്കെ അത് ആഡാക്കിയാൽ മതി. അപ്പോൾ നിങ്ങളുടെ മധുരം അനുസരിച്ച് പഞ്ചസാരപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇവിടെ ഇപ്പം ഞങ്ങൾ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ക്രീം ഇതുപോലെ തിക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോ സ്ലൈസിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ മുകളിൽ വേറൊരു പീസ് വെച്ച് കൊടുത്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതുപോലെ ഷേപ്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കോട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്നുണ്ട്. ഇനി റോസ് സിറപ്പാണ് എടുക്കുന്നത്. ഒരു 1/4 കപ്പ് റോസ് സിറപ്പ് എടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ റോസ് സിറപ്പ് തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ ഏത് സിറപ്പ് ഉണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. സ്ട്രോബെറിയോ കിവിയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ കളറിനൊക്കെ വ്യത്യാസം വരും. കിവിയുടെ ഒക്കെ ആകുമ്പോൾ വേറെ ഗ്രീൻ കളറൊക്കെ ആയിരിക്കും കിട്ടുന്നത്. ഇനി ഓരോ പീസ് എടുത്ത് ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുത്താൽ മതി. അതിനകത്ത് മുക്കി ഇടണ്ട, കാരണം ഒത്തിരി സോഫ്റ്റ് പെട്ടെന്ന് അബ്സോർബ് ആവും ബ്രെഡല്ലേ. അപ്പോൾ അത് ഒത്തിരി നേരം മുക്കി വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് സോഫ്റ്റായി ബ്രേക്കായി പോവും. ഇവിടെ അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഡെസിക്കേറ്റഡ് കോക്കനട്ടിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. എല്ലാവർക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇവിടെ ഞാൻ മുറിച്ച് കാണിച്ചു തരാം. കണ്ടോ എത്ര സോഫ്റ്റാണ്. കുട്ടികൾക്കും ഒക്കെ നല്ല ഇഷ്ടപ്പെട്ടു. ഇനി ബ്രെഡ് സ്ലൈസസ് അധികം വേസ്റ്റ് ചെയ്യാത്ത രീതി കാണിച്ചു തരാം. അപ്പോൾ എഡ്ജസ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ ട്രയാങ്കിൾസ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഈ ഷേപ്പിൽ കിട്ടും. അപ്പോൾ വേസ്റ്റേജും കുറയും. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.